നെയ്യാറ്റിൻകരയിൽ KSRTC ബസ് അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തടി കയറ്റി വന്ന ലോറിയിൽ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് KSRTC ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരിക്കേറ്റു എന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? 10-ലധികം പേർക്കാണ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10-ലധികം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ ഈ ബസ് ബ്രേക്ക് പിടിക്കാൻ കഴിയാതെ ബ്രേക്ക് പൊട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്നാണ് ഈ ബസ് യാത്രികൻ ഇപ്പോൾ ജനൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നെയ്യാറ്റിൻകര മാമ്പഴക്കര വെച്ചായിരുന്നു അപകടം. ഒരു ലോറി നിറയെ തടിയുമായി വന്ന വാഹനത്തിന്റെ ബേക്കിൽ, ആ ലോറിയുടെ ബേക്കിൽ ഇടിച്ചായിരുന്നു ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. KSRTC ബസിന്റെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായും, ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും തകർന്നു. ഈ ഇടിയുടെ ആഘാതത്തിലാണ് ഈ യാത്രക്കാർ ഓരോരുത്തരും വാഹനത്തിന്റെ മുൻപിലോട്ട് ആയുകയും ശക്തമായ രീതിയിൽ ആയുകയും അങ്ങനെ തലയ്ക്ക് ഗുരുതരമായി, എല്ലാവർക്കും തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. 1-2 പേരെ സ്കാനിങ്ങിനായും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചവരെ ഇപ്പോൾ സ്കാനിങ്ങിനായും ഡോക്ടർ റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. KSRTC ഡ്രൈവറോ കണ്ടക്ടറോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഡ്രൈവർക്ക് ചെറിയ തോതിലുള്ള പരിക്കുകൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു അപകടം സംഭവിച്ചത്. വിനീഷ്, ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്? മാത്രമല്ല, ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ? ഗുരുതരാവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ ആശുപത്രിയിൽ? നിലവിൽ 10-ലധികം പേർക്ക് പരിക്ക് ഏറ്റു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളടക്കം ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പരിക്കേറ്റു. ഒപ്പം തന്നെ ഈ യാത്രികക്കാരിൽ കൂടുതലും വയസ്സായ സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്കേറ്റു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം ബസ് ഡ്രൈവർക്കുണ്ടായ പിഴവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായിരുന്നാലും ലഭിക്കുന്ന വിവരം ഇത്തരത്തിലാണ്. ബസിന്റെ ബ്രേക്ക്, അത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ബസിന്റെ ബ്രേക്കിൽ ഉണ്ടായ തകരാറാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആ സ്ഥലത്ത് റോഡിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. റോഡ് വലിയ രീതിയിൽ കുണ്ടും കുഴിയുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് റോഡിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഒരു നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ബ്രേക്ക് പിടിച്ചിട്ടും ബസ് നിൽക്കാത്തത് എന്നാണ് ഇപ്പോൾ KSRTC യാത്ര ചെയ്ത യാത്രക്കാർ അടക്കമുള്ളവർ പറയുന്നത്. മുന്നിൽ നിന്ന് പോയ ലോറിയുടെ പിൻഭാഗത്ത് KSRTC ബസ് ഇടിച്ചാണ് ഈ ഒരു വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. 10-ലധികം പേർക്ക് നിലവിൽ പരിക്കേറ്റു. അതിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കുണ്ട്. ചിലരെ ഇപ്പോൾ സ്കാനിങ്ങിനായി ഡോക്ടർ റെഫർ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്, അതിലേക്ക്. മാമ്പഴക്കര പെരിങ്ങോട്ടുള്ള റോഡിലാണ് ഈ അപകടം നടന്നത്. KSRTC ബസ്സിൽ ബ്രേക്ക് ഇല്ലാതെ ലോറിയുടെ പുറകിൽ പോയിട്ട് ഇടിച്ചിട്ടാണ് നമ്മൾ ഏകദേശം 10ഓളം പേർക്കാണ് പരിക്കുപറ്റിയത്. എല്ലാവർക്കും തലയ്ക്ക് പരിക്കുണ്ടായി. ഒരു വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ബസ് മറിയുകയോ എന്തെങ്കിലും വലിയൊരു അപകടം പറ്റി ഇങ്ങനെയൊന്നും നിൽക്കില്ലായിരുന്നു. റോഡ് എത്രയോ മാസക്കാലം മന്ത്രി ഉൾപ്പെടെയുള്ളവരൊന്നും ഉദ്ഘാടനം ചെയ്തിട്ട് പോയ റോഡാണ് ഈ റോഡ്. എന്നിട്ട് ആ റോഡ് പോലും നേരെ ടാർ ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് ഒരു അപകടത്തിൽ ഒരു ചേച്ചി മരിച്ചിട്ടുണ്ട്. നിരന്തരമായി അപകടം നടക്കുന്ന റോഡാണ് ഈ കിളിയോളം മൂലം മാമ്പഴക്കര റോഡ്. എങ്ങനെയോ തലനാരിക്ക് രക്ഷപ്പെട്ടെന്ന് പറയുന്നത് 10ഓളം പേർക്കും പരിക്ക് പറ്റി. പെട്ടെന്ന് അവർ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ പോയി. എന്നാൽ ബസ്സിന് രാവിലെയും ബ്രേക്ക് ഇല്ലായിരുന്നെന്നാണ് അതിൽ നിന്ന് ആൾക്കാർ പറയുന്നത്. ആ ലോറിയുടെ പുറകിലേക്ക് ബസ് പോയി ഇടിച്ചത്. ബസ് മറിയുക വേറെ പറ്റി ഇതിനേക്കാൾ വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു.